ഹായ് ഫ്രണ്ട്സ്, ഹൗ ആർ യു? ഇത് ഇൻവെർണസിലെ ഒരു ക്യാമ്പ് സൈറ്റാണ്. ഇന്നലെ നൈറ്റ് ഇവിടെയാണ് സ്റ്റേ ചെയ്തത്. ഈ വീഡിയോയിൽ ഇനി NC500 ബാക്കിയുള്ള എക്സ്പ്ലോറേഷൻ കാര്യങ്ങളൊക്കെയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഇന്നിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. രാവിലെ ഒരു ചായ കുടിക്കാനുള്ള പരിപാടിയാണ്. അത് ചായ ഉണ്ടാക്കി കുടിച്ച് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ഉദ്ദേശിക്കുന്നത് ഒരു ഗ്ലെൻഫിയ വിയാഡറ്റിലേക്കാണ്. അത് ഹാരി പോട്ടറിലെ സിനിമയൊക്കെ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. അതിനകത്തൊരു വലിയൊരു പാലമൊക്കെ ഇല്ലേ, ആ ഒരു ട്രെയിൻ പോകുന്നത്, ആ സ്ഥലമാണ് സംഭവം. എന്തായാലും ഈ NC500 കയറിയ പിന്നെ പ്രത്യേകിച്ച് കടകളും കാര്യങ്ങളൊന്നുമില്ല. മര്യാദയ്ക്ക് ഒരു ചായ കിട്ടാൻ പോകുന്ന ഒരു സ്ഥലങ്ങളും കുറവാണ്. അതുകൊണ്ട് ഒരു ചായ ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചായ ഉണ്ടാക്കി കുടിക്കാൻ വേണ്ടി ഇപ്പോൾ നിർത്തി ചായ ഉണ്ടാക്കുന്ന രംഗമാണ് ഇവിടെ കാണുന്നത്. ഇങ്ങനെ ചായ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്റ്റൗവിൻ്റെ താഴെ ഒരു കല്ല് എന്തെങ്കിലുമൊക്കെ എടുത്ത് വെക്കണം കേട്ടോ. ഇല്ലെങ്കിൽ പണി വാളും. കാര്യം ഇവർ ഈ പുല്ല് കത്തിക്കൂ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കംപ്ലൈൻറ്റ് തരും. പിന്നെന്താ, അങ്ങനെ നമ്മൾ ചായയൊക്കെ ഇതേ ഇതാണ് നമ്മുടെ വണ്ടിയും കിച്ചണാണ് കേട്ടോ ഫ്രണ്ടിൽ കാണുന്നത്. അങ്ങനെ NC500 റൂട്ടിലേക്ക് വീണ്ടും കടന്നിരിക്കുകയാണ്. അപ്പോൾ ഗ്ലെൻഫിയ വിയാഡറ്റിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന രംഗങ്ങളാണ് ഈ കാണുന്നത്. പ്രത്യേകിച്ച് സത്യം പറഞ്ഞാൽ ഈ ഡ്രൈവിങ് ഒരു ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഒരു ശരിക്കൊരു ഡ്രൈവ് ചെയ്ത് പോകേണ്ട സ്ഥലമാണ് ഒരു 500 മൈൽസ് NC500. നല്ല രസമാണ് ഈ സ്ഥലങ്ങൾ കാണാനായിട്ട്. ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ എൻജോയ് ചെയ്ത് നമുക്ക് പോകാം. പിന്നെ റാൻഡമായിട്ടുള്ള കുറേ വില്ലേജസ് ഉണ്ട്. അവിടെയൊക്കെ നമുക്ക് വണ്ടി നിർത്തി അവിടെ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. അത്യാവശ്യം നല്ല സമയം വേണ്ടി വരും കേട്ടോ. ഞങ്ങൾക്ക് തന്നെ ഇതുവരെ ഒരാഴ്ചയോളം എടുത്തു ഇത് ഫുള്ളൊന്ന് കറങ്ങാനായിട്ട്. പോകുന്ന വഴിക്ക് ഇങ്ങനെ നല്ല കാഴ്ചയൊക്കെ കണ്ട് നൈസായിട്ട് ഇങ്ങനെ ചില്ല് ചെയ്ത് പോവാം. അപ്പോൾ പോണ വഴിക്ക് വണ്ടി നിർത്തി ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ലാൻഡ്സ്കേപ്പിൻ്റെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ പതുക്കെ വീണ്ടും നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് നമ്മുടെ ഡെസ്റ്റിനേഷൻ പിടിക്കണമല്ലോ. കാര്യം ഇതൊക്കെ ഒരു 5 മണിയാകുമ്പോൾ എല്ലാം ഇരുട്ടുകയും ചെയ്യും. ഫുള്ള് റിമോട്ട് ഏരിയ ആയതുകൊണ്ട് ഒരു മനുഷ്യനും ഇല്ല. വല്ല ഹോട്ടലോ അതുപോലെ സൂപ്പർ മാർക്കറ്റൊക്കെ കാണുന്നുണ്ടെങ്കിൽ കുറേ ദൂരം വലിയ ബുദ്ധിമുട്ടാണ്. അതിപ്പോൾ ഇങ്ങനെയുള്ള ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മാക്സിമം പോട്ടെ, ഈ നിങ്ങളൊരു സ്റ്റൗവും കാര്യങ്ങളും ഫുഡ് ഐറ്റംസൊക്കെ കരുതുന്നത് നല്ലതായിരിക്കും. അങ്ങനെ വീണ്ടും ഞങ്ങൾ വണ്ടി കയറിയിട്ടുണ്ട്. ഇതാ വീണ്ടും വണ്ടി പോകുന്നു. വണ്ടി ഇങ്ങനെ പോയി ഇപ്പം എത്തുമായിരിക്കും. വണ്ടി ഓടിച്ചുകൊണ്ടേ ഇരിക്കുവാണ്. ഈ സ്ഥലമെന്നും പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഹാരി പോട്ടർ സിനിമയൊക്കെ കണ്ടിട്ടുള്ളവർക്ക് ഈ സ്ഥലം പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഈ കാണുന്ന പാലം ഉണ്ടല്ലോ, അതിൽ കൂടെ പഴയ കൽക്കരി തീവണ്ടി പോകുന്ന ഒരു കാഴ്ച കാണാനാണ് ഈ കണ്ട ആൾക്കാർ മൊത്തം ഇങ്ങോട്ട് വരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് ഒരു 12 കഴിഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ ഓൾറെഡി ട്രെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ കാര്യം ഒരു 3 ടൈമോ 2 ടൈമോ അങ്ങാണ്ട് ട്രെയിൻ ഉള്ളൂ. അപ്പോൾ രാവിലത്തെ 2 ട്രെയിനും പോയി. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. ഒന്നില്ലെങ്കിൽ ഈ മണ്ടയിലോട്ട് വലിഞ്ഞു കയറി, കുറേ പേര് ആ മണ്ടയിലോട്ട് വലിഞ്ഞു കയറി ആ ട്രെയിൻ അവിടെ നിന്ന് കാണാനായിട്ട് നിൽപ്പുണ്ട്. ഒന്നില്ലെങ്കിൽ അവരെ നമുക്ക് അനുഗമിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ വീഡിയോ ഒക്കെ എടുത്ത് തിരിച്ചു പോവാം. മണ്ടയിലോട്ട് വലിഞ്ഞു കയറാൻ മടിയായതുകൊണ്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടുതലൊന്നും ആലോചിച്ചില്ല. ഇവിടെ നിന്ന് വീഡിയോയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. അതിനുശേഷം ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാനായിട്ട് കയറിയിരിക്കുന്ന അവിടുത്തെ കാഴ്ചയാണ് കേട്ടത്. നല്ല റെസ്റ്റോറൻ്റാണ്, നല്ലൊരു അടിപൊളി സീനറിയൊക്കെ ഉള്ള ഒരു സ്ഥലമാണിത്.
പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതൊരു സ്റ്റേക്കേഷനാണ് ആക്ച്വലി. ഇവിടെ ഈ റെസ്റ്റോറൻറ്റ്സ് കുറവാണ് ഈ NC500 അല്ലെങ്കിൽ ഒരു ഫുഡ് റെസ്റ്റോറൻറ്റ്സ് ഹോട്ടൽ അങ്ങനെയൊക്കെ കുറവാണ്. ഇപ്പോൾ ഇങ്ങനത്തെ ഉള്ള സ്റ്റേക്കേഷനിൽ ഒരു ടൈം ഉണ്ടാവും. ഇപ്പോൾ ഒരു ലഞ്ച് ടൈം അല്ലെങ്കിൽ ഡിന്നർ ടൈം അല്ലെങ്കിൽ ഒരു ടീ ടൈം. ആ ഒരു ടൈമിൽ ചെന്നാൽ മാത്രമേ അവിടെ എന്തെങ്കിലും ഫുഡ് കിട്ടത്തുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ അവർ ഫുഡ് സെർവ് ചെയ്യില്ല. അപ്പോൾ ഈ ഹോട്ടലിൻ്റെ കഴിഞ്ഞ് അതിൻ്റെ തൊട്ടടുത്തിട്ടുള്ള ഒരു സ്ഥലമാണിത്. അവിടെ ഇങ്ങനെ കുറേ ജീവികളൊക്കെ കണ്ടോ. ഇത് എന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ ഇതെന്താ കാര്യം. വേറെ ഒന്നുമല്ല, ഞാനിത് ഇംഗ്ലണ്ടിലൊന്നും ഈ സാധനത്തിനെ കണ്ടിട്ടില്ല ആക്ച്വലി. ഇതിപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഇതിനെ ആദ്യമായിട്ട് കാണുന്നത്. കാര്യം ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു തന്നെ. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ടുള്ള പ്ലാനിലാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.